പുറകിലൊരു കൈ വന്നെന്ന് എനിക്ക് മനസ്സിലായി. മാല പൊട്ടിക്കാനായിട്ട് എന്തിനും ആയിക്കോട്ടെ, ആ കൈ വന്നെന്നറിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ബാക്കിൽ കൈ വന്നു അത് പിടിക്കാനാണ് കണ്ടാൽ തന്നെ ആക്കിയതിന് ശേഷം ഇയാളുടെ കൈ ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആ എൽബോ റീജിയനിൽ വെച്ചൊരു ഗ്രിപ്പ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആ ലോക്കിൽ നിന്ന് വിടാൻ പാടാ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബലത്തിലൊന്നും നമുക്കിത് ഊരിപ്പോകാൻ പറ്റത്തില്ല. മുകളിലോട്ടും താഴോട്ടും ചാടിയാൽ ഊരിയല്ല, സ്ട്രോങ് പിടുത്തമാണെങ്കിൽ. നമുക്ക് മറ്റൊന്നുമില്ല, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അയാളുടെ ഏതെങ്കിലും ഒരു ഫിംഗർ കണ്ട, നമുക്ക് കിട്ടുന്ന ഒരു ഫിംഗർ ബ്രേക്ക് ചെയ്യുന്ന വിധത്തിൽ അത് എങ്ങോട്ട് മാക്സിമം ചെയ്താൽ ഇത് ഒടിഞ്ഞു പോകും. പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ് പുറകിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യം. കേട്ടോ, ആ കൈ വരുന്നത് തന്നെ നേരെ പിടിക്കുന്നു, റിവേഴ്സ് തിരിക്കുവാണ് ആ കൈ. കണ്ടോ, ഇതിങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അത് താഴ്ത്തി കൊടുക്കാം. നല്ല പെയിൻഫുൾ ആയിരിക്കും. ഈ ഭാഗത്തേക്കാണ്